സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സെൻറ്റ് അൽഫോൺസ് ലിഗോരിയുടെ ഫീസ്റ്റാണ്. ഇന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന സുവിശേഷം, ഈശോയെക്കുറിച്ച് സ്വന്തം പട്ടണത്തിൽ അല്ലെങ്കിൽ ആ ടൗണിൽ വന്നപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, ഇവൻ എങ്ങനെയാണ് ഇത്രമാത്രം ജ്ഞാനം കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ചെറിയ അസ്വസ്ഥതയല്ല, ഒരു അസൂയപ്പെടുകയാണ്. കാരണം എങ്ങും ഇവനെങ്ങനെയാണ് ഇത്ര ജ്ഞാനം കിട്ടി, ഇവനെങ്ങും പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ ശുശ്രൂഷകരിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ഒക്കെ മുൻപോട്ട് പോകുന്നവർക്കൊക്കെ പുതിയ ഉൾക്കാഴ്ചകളും ഇഷ്ടം അല്ലെ പുതിയ വെളിപ്പെടുത്തലുകളും ഒക്കെ കിട്ടും. ഇതെങ്ങനെയാണ് ഇവന് കിട്ടുന്നത്, നമ്മളും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചിലർക്ക് സംശയിക്കും. എന്നാൽ ഇത് സംശയിക്കുന്നത് സ്വന്തം പട്ടണത്തിലുള്ളവരാണ്. കാരണം എന്താണെന്നറിയാമോ? സ്വന്തം പട്ടണത്തിലുള്ളവർ, പ്രത്യേകിച്ച് ഈശോയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈശോയുടെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഈശോയെ പോലും ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കാര്യത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കും ചിന്തിക്കുക? നമ്മുടെ പോരായ്മകളും വല്ലായ്മകളും അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ട സമൂഹമാണ് അവർ വന്നിട്ട് പറയാം, ഓ പിന്നെ അവൻ വലിയ ദൈവമകനാണ് വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പരിഹാസം നമ്മിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മാത്രം. അവരങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇവിടെ വിശ്വസിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ചിലപ്പോൾ തിന്മയിലൂടെയൊക്കെ കണ്ട ആൾക്കാരുണ്ടായിരിക്കാം. നമ്മൾ മാനസാന്തരപ്പെട്ടാലും മനസ്തപിച്ച് ദൈവസന്നിധിയിലേക്ക് മാറിയാലും ചിലപ്പം ഒരുപക്ഷെ അവരിൽ ആ ഒരു അനുഭവം വന്നെന്ന് വരികയില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ പ്രവാചകന്മാരെ സ്വന്തം നാട്ടിൽ അവഗണിക്കുന്നു എന്ന് പറയുന്നത്. സ്വന്തം വീട്ടിലും നാട്ടിലും അല്ലാതെ പ്രവാചകൻ അവഗണിക്കപ്പെടുകയില്ല. മറ്റുള്ളവർക്കൊന്നും അറിയില്ല. അവർ കർത്താവിനെ കാണുന്ന പോലെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ കാണുന്ന പോലെ അവർ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടും, അവർക്ക് സമാധാനം കിട്ടും. ഈ പ്രവാചകൻ്റെ മിടുക്കൊണ്ടാണോ സംഭവിക്കുന്നത്? അല്ല, അവിടെ കർത്താവാണ് ഇടപെടുന്നത്. അവർ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നമുക്ക് ഏത് ശുശ്രൂഷകനിലും വിശ്വസിക്കാതെ ശുശ്രൂഷകരിലല്ല വിശ്വസിക്കണം, മറിച്ച് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.